Good afternoon. I am Johnson K.V., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the second class of the series of cost accounting for BCom 5th sem and BBA 3rd sem students. So in our last class, we are studied about the introduction of cost accounting and the limitations of financial accounting, and also certain terms like cost, costing, cost accounting and cost accountancy. Today we are going to discuss certain elements of cost and elements of cost. So we know what is cost. Cost is the sum total of all expenses which are incurred for the production of a commodity or or service. ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനോ ഒരു സേവനം അനുഷ്ഠിക്കുന്നതിനോ ഉണ്ടാകുന്ന ചെലവുകളുടെ ആകെ തുകയാണ് നമ്മൾ കോസ്റ്റ് എന്ന് വിളിക്കുക. അങ്ങനെയെങ്കിൽ കോസ്റ്റിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. കോസ്റ്റിനകത്ത് ഉള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സോ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് means components of cost. Cost includes material cost, labor cost and expenses cost. ഏതൊരു പ്രോഡക്റ്റിനെയും കോസ്റ്റ് എന്ന് പറയുന്ന അതിൽ 2-3 ഘടകങ്ങളാണ്. ഒന്ന് മെറ്റീരിയൽസ്, 2 ലേബർ, 3 എക്സ്പെൻസ്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ്, അല്ലെങ്കിൽ ഞാനിട്ടിരിക്കുന്ന ഈ ഷർട്ട്, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഡെസ്ക്, എല്ലാം ഓരോ ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ഈ ഷർട്ട് സപ്പോസ് ഇതിന് ഒരു 400 റുപ്പീസ് ഞാൻ കൊടുക്കേണ്ടി വന്നു. ഈ 400 റുപ്പീസിൽ ഒരു 350 രൂപ ഇതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും 50 രൂപ ഇതിൻ്റെ പ്രോഫിറ്റുമായിട്ട് സങ്കല്പിക്കുക. 350 രൂപ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, 50 രൂപ പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് ഒരു പക്ഷേ മാനുഫാക്ചറുടെയും ഹോൾസെയിലറുടെയും റീറ്റെയിലറുടെയും എല്ലാം കൂടെ ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ 350 രൂപയെ നമുക്ക് കോസ്റ്റ് എന്ന് വിളിക്കാം. ഈ 350 രൂപയിൽ കുറേ കോസ്റ്റ് ഇതിൻ്റെ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടതാണ്. മീൻസ് ക്ലോത്ത്, ബട്ടൺസ്, ത്രെഡ്, ക്യാൻവാസ്, സ്റ്റിക്കർ, ദെൻ some other packing materials, etc. All are material cost. Then second one, labor cost. We know, not to make a short, some labor cost is required. ഇതിന് ഒരു ടൈലറുണ്ട്. ആ ടൈലർ ഈ തുണിയൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു, ലേബർ കോസ്റ്റ് ഉണ്ട്. ദെൻ ഇത് അയൺ ചെയ്തു, പാക്ക് ചെയ്തു, അങ്ങനെയൊക്കെ കുറേ ലേബർ കോസ്റ്റുകളുണ്ട്. അപ്പം ആദ്യം പറഞ്ഞത് മെറ്റീരിയൽ കോസ്റ്റ്, രണ്ടാമത് പറഞ്ഞ് ലേബർ കോസ്റ്റ്. ഇനി മറ്റൊരു എലമെൻ്റ് ഉണ്ട്, മറ്റ് എക്സ്പെൻസുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്, ദെൻ ഇതിന് പരസ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന എക്സ്പെൻസുകൾ. അപ്പോൾ കോസ്റ്റ് നമ്മൾ 3ആയിട്ട് തിരിച്ചു: മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, എക്സ്പെൻസ്. ഈ 350 രൂപയെ ഈ 3 തരത്തിൽ തരംതിരിക്കാൻ പറ്റും. ശരി, ഇനി നമ്മൾ കാണുന്നത് ഈ മെറ്റീരിയൽ കോസ്റ്റിനെ. ഞാൻ പറഞ്ഞു ഈ ഷർട്ട് തയ്ച്ചുമായി ബന്ധപ്പെട്ട് കുറേ മെറ്റീരിയൽസായി. ഇതിൻ്റെ തുണി, ബട്ടൺസ്, നൂല്, ഇതെല്ലാം മെറ്റീരിയൽസാണ്. ഈ മെറ്റീരിയൽസിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഒന്ന് ഡയറക്റ്റ് മെറ്റീരിയൽ, 2 ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പം എന്താണ് ഇനി ഡയറക്റ്റ് മെറ്റീരിയൽ? ഒരു എക്സാമ്പിൾ സഹിതം പഠിക്കാം. നമ്മളൊരു ടൈലറുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എനിക്ക് ഷർട്ട് തയ്ക്കുന്നതിന് എത്ര ക്ലോത്ത് വേണമെന്ന് ചോദിച്ചു. ഹീസ് ആൻ എക്സ്പേർട്ട് ടൈലർ. ഒരു പക്ഷേ അയാൾ എൻ്റെ ഒരു ബോഡിയുടെ ഷേപ്പൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് പറയാൻ കഴിയും, താങ്കൾക്ക് ഷർട്ട് തയ്ക്കുന്നതിന് 2.5 മീറ്റർ തുണി വേണം, അല്ലെ 2.25 മീറ്റർ തുണി വേണം എന്ന് പറയും. അതല്ല അത്രയും എക്സ്പേർട്ട് അല്ലെങ്കിൽ അയാളുടെ അടുത്ത് മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് എടുത്തിട്ട് പറയും, എനിക്ക് 2.25 മീറ്റർ തുണി വേണം. ഇതുപോലെയാണ് ഈ ഡെസ്ക്.
ഈ ഡെസ്കിൻ്റെ കേസിൽ എത്രത്തോളം തടി വേണം എന്ന് ഒരു എക്സ്പേർട്ട് കാർപ്പൻറ്ററോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ഇതിന് ഇത്ര ക്യൂബിക് ഫീറ്റ് തടി വേണ്ടി വരും. സോ സച്ച് മെറ്റീരിയൽസ് ആർ ഐഡൻറ്റിഫയബിൾ ഓർ മെഷറബിൾ ഓർ ക്ലിയർലി ഡിഫൈൻഡ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് എത്രത്തോളം മെറ്റീരിയൽ വേണമെന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാനും കൃത്യമായി മെഷർ ചെയ്യാനും കൃത്യമായി അലോക്കേറ്റ് ചെയ്യാനും കഴിയുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് വിളിക്കാം. എക്സാമ്പിൾ പറഞ്ഞു, ഷർട്ട് ഉണ്ടാക്കുന്നതിന് ക്ലോത്ത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ട്ബുക്ക് അതിൻ്റെ പേപ്പർ, തടി അല്ലെങ്കിൽ ഡെസ്ക് അതിന് വേണ്ടി വരുന്ന തടി, നമ്മുടെ ഷൂ അല്ലെങ്കിൽ ചപ്പൽ അതിന് വേണ്ടി വരുന്ന ലെതർ, ഇതെല്ലാം ഡയറക്റ്റ് മെറ്റീരിയലാണ്, ഡയറക്ട്ലി ഐഡൻറ്റിഫൈഡ് ഓർ ട്രേസബിൾ. So those materials which can be directly traceable or identified to a particular product, such materials are known as direct material. So what is indirect material? Those materials which cannot be directly identifiable or traced from a particular product or particular product. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന മെറ്റീരിയൽസിനെ കറക്റ്റായിട്ട് ഡയറക്റ്റായിട്ട് മീൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ട്രേസ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയട്ടെ, എൻ്റെ ഈ ഷർട്ട് നിർമ്മിക്കുന്നതിന് എത്ര നൂല് വേണ്ടി വരുന്നു എന്ന് നമ്മൾ ടൈലറോട് ചോദിക്കുകയാണ്. സുഹൃത്തെ, ഈ ഷർട്ട് തയ്ക്കുന്നതിന് എത്ര നൂല് വേണം? ഒരു പക്ഷേ ആ ടൈലർക്ക് കൃത്യമായി പറയാൻ പറ്റില്ല ഈ ഷർട്ട് തയ്ക്കാൻ ഇത്ര നൂല് വേണം. അതെന്താ കാര്യം? അദ്ദേഹത്തിനെ സംബന്ധിച്ച് തുണി 2.5 മീറ്റർ വേണമെന്ന് കൃത്യമായി പറയാൻ കഴിഞ്ഞു, എന്നാൽ നൂല് കൃത്യമായി പറയാൻ കഴിയില്ല. മറിച്ച് അദ്ദേഹം മറുപടി പറയും, ഏകദേശം ഇത്ര മീറ്റർ നൂല്, ഏകദേശം. ഡെസ്ക് ഉണ്ടാക്കുന്നതിന് എത്ര ആണി വേണ്ടി വരുന്നു, അല്ലെങ്കിൽ എത്ര ഗം വേണ്ടി വരുന്നു, അല്ലെങ്കിൽ എത്ര വാക്സ് വേണ്ടി വരുന്നു, അല്ലെങ്കിൽ എത്ര പ്രൈമർ വേണ്ടി വരുന്നു എന്നൊക്കെ ചോദിച്ചാൽ കൃത്യമായി പറയാൻ പറ്റില്ല. ബട്ട് ക്യാൻ ബി അപ്പോർഷൻഡ്. അവിടെ ടൈലറെ സംബന്ധിച്ച് ടൈലർ പറയും ഏകദേശം ഇത്ര നൂല്. അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു? അദ്ദേഹം ഒരു പീസ് നൂല്, അതിനകത്ത് ചിലപ്പം 250 അല്ലെങ്കിൽ 300 മീറ്റർ നൂലായിരിക്കും. അതുകൊണ്ട് 2, 3, 4 ഷർട്ട് തയ്ക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹം പറയും ഏകദേശം ഇത്രത്തോളം നൂല് ഒരു ഷർട്ടിന് വേണ്ടി വരുന്നു. which cannot be correctly or directly identified or traced, but can be allocated or apportioned to cost unit. Such materials are known as indirect material. Example, thread in case of shirt manufacturing, nail or turpin or paint or primer etc. required for the manufacturing of a desk etc. So there are two materials, direct material and indirect material. Just like it, we can classify this labor cost also into direct and indirect. ആദ്യം നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് രണ്ടായിട്ട് തിരിച്ചു. ട്രേസ് ചെയ്യാൻ പറ്റുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഡയറക്റ്റ്. അങ്ങനെ കറക്റ്റായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റാത്തത്, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത്, മറിച്ച് അപ്പോർഷൻ ചെയ്യുന്ന മെറ്റീരിയൽസ്, അത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഇതുപോലെ ലേബർ കോസ്റ്റ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. Labor cost which can be directly apportioned, directly allocated or traced or identified to a particular product, such a cost is known as direct labor cost. For example, ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പല സൈറ്റുകളിൽ വർക്ക് നടക്കുന്നുണ്ട്. അതിൽ ഒരു സൈറ്റിലേക്ക് എത്രത്തോളം ലേബേഴ്സ് വേണ്ടി വരുന്നോ അത് ഡയറക്റ്റ് ലേബറാണ്. എന്നാൽ അതേ കോൺട്രാക്ടറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സൂപ്പർവൈസർ ഉണ്ട്. ആ സൂപ്പർവൈസർ പല സൈറ്റുകളിൽ വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പർട്ടിക്കുലർ സൈറ്റിൽ വർക്കർക്ക് കൊടുക്കേണ്ടി വരുന്ന ഈ എമൗണ്ട് അത് ഡയറക്റ്റ് ലേബർ എങ്കിൽ, സൂപ്പർവൈസർ കൊടുക്കേണ്ടി വരുന്ന ചിലവ് പല സൈറ്റിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു, അത് ഇൻഡയറക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നമ്മളൊക്കെ കൊമേഴ്സ് ടീച്ചേഴ്സാണ്. നമുക്ക് തരുന്ന പേയ്മെൻറ്റ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ
നമ്മുടെ ഗേറ്റിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട്, നമ്മുടെ ഓഫീസിൽ ഓഫീസ് സ്റ്റാഫ് ഉണ്ട്. അതൊക്കെ അവർക്കൊക്കെ കൊടുക്കുന്ന ചിലവുകൾ എന്ന് പറഞ്ഞാൽ പല ഡിപ്പാർട്ട്മെൻറ്റിനായിട്ട് എന്ത് ചെയ്യത്തേ ഉള്ളൂ, ഡിവൈഡ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് തരുന്നത് ഡയറക്റ്റ് ലേബർ ആണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഓഫീസ് സ്റ്റാഫിന് അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് ഒക്കെ കൊടുക്കേണ്ടി വരുന്ന പേയ്മെൻറ്റ് അത് ഇൻഡയറക്റ്റ് ലേബറിൻ്റെ ഭാഗമാണ്. ഇതുപോലെ നമുക്ക് എക്സ്പെൻസിനെയും ഡിവൈഡ് ചെയ്യാം. മീൻസ് ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, കൃത്യമായി അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, കൃത്യമായി ട്രേസ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസ് ആണെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ്, അല്ലാത്തതെല്ലാം തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ നോക്കണേ, നമ്മൾ കോസ്റ്റിൻ്റെ എലമെൻറ്റ്സ് പഠിക്കുകയാണ്. കോസ്റ്റിനെ ആദ്യമേ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് ലേബർ കോസ്റ്റ് എന്ന് എക്സ്പെൻസ് എന്ന് തിരിച്ചു. ഈ മെറ്റീരിയൽ കോസ്റ്റിനെ രണ്ടായിട്ട് തിരിച്ചു, ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ദെൻ ലേബർ കോസ്റ്റിനെ രണ്ടായിട്ട് തിരിച്ചു, ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ. എക്സ്പെൻസിനെയും തിരിച്ചു, ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ. Yes. So now we are going to show an diagrammatic representation of such elements of cost. This is a diagrammatic representation. Elements of cost. Cost can be classified as materials, labor and expenses. Materials can be classified into direct material and indirect material. Labor can be classified as direct labor and indirect labor. Then expense can be classified as direct expense and indirect expenses. Then we are going to club the direct expenses like direct material, direct labor and direct expenses. Listen please, we are going to club the direct portions, that is direct material, direct labor and direct expenses. So the sum total of direct material, direct labor and direct expense is known as prime cost. It's an important short note. What is prime cost? So prime cost is a sum total of direct material, direct labor and direct expenses. Then we are going to take the part of indirect portions. So here indirect material, then indirect labor and indirect expenses. The sum total of indirect material, indirect labor and indirect expense is called overheads. Overheads. So prime cost is an important short note. And also overhead is another short note. Prime cost is the sum total of all direct material, direct labor and direct expense, while overheads is the sum total of indirect material, indirect labor and indirect expenses. This prime cost have no classification, but this overhead is again classified into 5 heads like factory overheads, office overheads, selling overheads, distribution overheads and research and development overheads. So what is the classification? Factory overheads, office overheads, selling overheads, distribution overheads and research and development overheads. Simply, what is factory overheads? Various indirect expenses which are incurred in the area of factory. Factory മേഖലയിൽ ഉണ്ടാവുന്ന indirect expenses ആകത്തുക. Then what is office expenses? ഓഫീസ് മേഖലയുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ആകത്തുക. സെല്ലിംഗ്, സെയിൽസുമായി ബന്ധപ്പെട്ട്. ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് ബന്ധപ്പെട്ട. ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓവർഹെഡ്സ്. ചില സ്ഥാപനങ്ങളിൽ എപ്പോഴും എക്സ്പെരിമെൻറ്റ്സും ടെസ്റ്റുകളും ഒക്കെ വേണ്ടി വരും. ലൈക്ക് കെമിക്കൽ ഇൻഡസ്ട്രീസ്, മെഡിക്കൽ ഇൻഡസ്ട്രീസ് എക്സെട്ര. ദർ ഇസ് അനദർ ഡിപ്പാർട്ട്മെൻറ്റ് ദറ്റ് ഈസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. So now we are going to conclude our portions. First of all, we are studied about elements of cost. Then now we are discussed about the diagrammatic representation of elements of cost. So you have an assignment. Give some examples of these factory overheads, office overheads, selling overheads and distribution overheads and research and developments and send me through my personal accounts. Okay, bye.